ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പാർട്ട് 5. അപ്പോൾ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം തന്നെ നമ്മളെ ടോപ്പിക്. പക്ഷേങ്കിൽ എന്താണ് നിങ്ങൾ NCERT നിങ്ങൾ പൊതുവെ എന്താണ് ഇങ്ങനെ y/dx = tan x എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പൊതുവെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ എന്താ അതിൽ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഇതേപോലത്തെ കുറച്ച് ഇതിപ്പോൾ എന്താ ബാങ്ക് ഇതിനെ കൾച്ചർ ദ ബാക്ടീരിയ ഇതിനെ ബാങ്ക് പ്രിൻസിപ്പൾ ഇൻക്രീസസ് അറ്റ് റേറ്റ് ഓഫ് 5% ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് വേർഡ് പ്രോബ്ലംസ് ചോദിക്കാം. മറ്റേ ഇന്നേ വരെ നമ്മളെ പൊതുവെ ചോദിക്കലില്ല ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പക്ഷേ ഇപ്രാവശ്യം എക്സാമിൽ ടഫ് ആവുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർ എന്താണ് അലാക്കിൻ്റെ എന്ന് പറയുക ഇങ്ങനത്തെ സിമ്പിൾ മറ്റേ ഇതുപോലത്തെ സിമ്പിൾ ചോദ്യം ഒന്ന് ചോദിക്കാണ്ട് ഇങ്ങനത്തെ വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ വോളിയം ഓഫ് എ സ്പെരിക്കൽ ബലൂൺ. ഇത് ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ പോലെ എന്താണ് ഈ പറഞ്ഞ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ എന്താ അത് ആക്ച്വലി നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈവൻ ഞാൻ തന്നെ പറഞ്ഞത് മറ്റേ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എ വോളിയം ഓഫ് സ്പെരിക്കൽ ബലൂൺ ബീങ് ഇൻഫ്ലേറ്റഡ് ചേഞ്ചസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. ഇനീഷ്യലി ഇറ്റ്സ് റേഡിയസ് ഇസ് 3 യൂണിറ്റ് ആൻഡ് ആഫ്റ്റർ 3 സെക്കൻഡ്സ് ഇറ്റ് ഈസ് 6 യൂണിറ്റ്. ഓക്കെ, ഇനീഷ്യലി അതിൻ്റെ റേഡിയസ് 3 യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. 3 സെക്കൻഡ് കഴിഞ്ഞാൽ 6 യൂണിറ്റ്. അപ്പോൾ ആ ചേഞ്ച് അതായത് ആ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ഓഫ് ചേഞ്ച് ആണ്, ആ സ്മോൾ ചേഞ്ച്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ബലൂൺ ആഫ്റ്റർ t സെക്കൻഡ്സ്. ഓക്കെ, അത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ലെറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ വോളിയം ഓഫ് ബലൂൺ ബി k. ഓക്കെ, k ആണ് സമ്മതിച്ച്. വേർ k ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ d/dt ഓഫ് വോളിയം നമുക്ക് എത്ര അറിയാം? നമ്മളെ ഇപ്പോൾ സ്പിയറിൻ്റെ വോളിയം എത്ര? 4/3 πr². അപ്പോൾ d/dt ഓഫ് 4/3 πr², അത് എന്തിന് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്? കോൺസ്റ്റൻ്റ് അല്ലേ, kന്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 4/3 π എന്നുള്ള കോൺസ്റ്റൻ്റ് ഉണ്ട്, അത് പുറത്ത് r³ ഡെറിവേറ്റീവ് എടുത്തിരാം. നമുക്ക് നോക്കി അടുത്ത പേജിൽ നോക്കാമല്ലോ. അപ്പോൾ അതായത് d/dt ഓഫ് r³. അപ്പോൾ എന്താ? അപ്പോൾ അത് 3r². ഇപ്പോൾ x³ ആണെങ്കിൽ 3x², അതുപോലെ 3r². പക്ഷെ എന്താ ഇതിന് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ dr/dt d/dx അല്ല d/dt. അപ്പോൾ dr/dt = k. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 4πr², അതായത് 4πr², പിന്നെ ഈ 3യും കൂടി ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എന്താണ് ഈ dt അപ്പുറത്തേക്ക് വന്നിട്ട്. അപ്പോൾ 4πr² dr. അപ്പോൾ 4πr² dr. ഇതൊന്ന് ഇങ്ങനെ എഴുതിയത് കാരണം r-ൻ്റെ ടേംസിൽ ഒരു സൈഡിൽ kdt എന്ന് പറയുമ്പോൾ t-ൻ്റെ ടേംസിൻ്റെ ഇതിൽ t ഒന്നുമില്ല, ആക്ച്വലി dt മാത്രമല്ല. അപ്പം കുഴപ്പമില്ല. അപ്പോൾ എന്താ ഇത് ഇൻ്റഗ്രൽ എടുത്ത് ടേക്കിംഗ് ഇൻ്റഗ്രൽ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഈ 4π കോൺസ്റ്റൻ്റ് ആയിട്ട് 4π പുറത്ത് ഇൻ്റഗ്രൽ r² dr = k കോൺസ്റ്റൻ്റ് ആയിട്ട് അതും ഇൻ്റഗ്രലിന് പുറത്ത് k × ഇൻ്റഗ്രൽ dt. അപ്പോൾ 4π × r² ഇൻ്റഗ്രൽ r³ = എന്താണ് k × dt ഇൻ്റഗ്രൽ t. പിന്നെന്താ നല്ല കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പ്ലസ് c. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. 4πr³ ഈ 3 അപ്പുറത്തേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ 4πr³ = 3 × kt + 3. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? നമ്മളെ കണ്ടീഷൻസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതായത് t-നും r-നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി എന്ന് പറയുമ്പോൾ ടൈം t = 0 ആണ്. അപ്പോൾ ടൈം t = 0 റേഡിയസ് എത്ര ഓൾറെഡി തന്നിട്ടുണ്ട്? 3 യൂണിറ്റ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? c-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 4π × r³ സ്ഥാനത്ത് എന്താ 3. അപ്പോൾ 3ൻ്റെ ഹോൾ ക്യൂബ് = 3 × k × എന്താണ് t എന്ന് പറയുമ്പോൾ എന്താ 0. അപ്പോൾ ഈ k × 0 പോയി. അപ്പോൾ ഇവിടെ എന്താ ബാക്കിയില്ല? ഇപ്പോൾ 3 × 0 + c എന്ന് പറയുമ്പോൾ c. അപ്പോൾ ഇവിടെ 3c ബാക്കിയുണ്ട്. അപ്പോൾ 4π × ഇപ്പോൾ എന്താ 3³ എന്ന് പറയുമ്പോൾ 27. അപ്പോൾ 27 × 4 എന്ന് പറയുമ്പോൾ 108 π = 3c. അപ്പോൾ c = ഈ 108 / 3. അപ്പോൾ എത്ര വരും? 36. അതായത് 36നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തതാണ് 108. അപ്പോൾ c = 36 എന്താണ് π എന്നും പറഞ്ഞിട്ട് കിട്ടും. അടുത്തത് when t = 3 r = 6. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കുക? ഇത് c കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇനി k കണ്ടുപിടിക്കാം. ഓക്കെ, 4π × എന്താണ് r³. അപ്പോൾ r³ സ്ഥാനത്ത് 6ൻ്റെ ക്യൂബ് = 3 × എന്താണ് k × t-ൻ്റെ സ്ഥാനത്ത് എന്താ 3 പ്ലസ് c എന്ന് പറയുമ്പോൾ എത്ര? c എത്ര തന്നിട്ടുണ്ട്? 36 π നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ 4π × ഇപ്പോൾ 6³ എനിക്ക് എത്രയാണ് വാല്യൂ ഓർമ്മയില്ല. പക്ഷേ ഈ 6³ × 4 ചെയ്യുന്ന സമയത്ത് 864 π എന്ന് പറഞ്ഞിട്ട് കിട്ടും. = 3 × k എന്ന് പറയുമ്പോൾ 3k + 36 π. അപ്പോൾ ഈ പറഞ്ഞ എന്താ അപ്പോൾ ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് 3 ഇവിടെ താഴെ പറഞ്ഞു. അപ്പോൾ 864 / 3 എന്ന് പറയുമ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 288 π എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 3k + 36 π = എന്താ 288 π. ഇനി നിങ്ങൾക്ക് മനസ്സിലാണല്ലോ k എങ്ങനെ കിട്ടുക? ഈ 36 π അപ്പുറത്ത് ഇറങ്ങിക്കുക. അപ്പോൾ 3k = 288 π - 36 π. 288 ചക്ക - 36 ചക്ക = 252 ചക്ക.
അപ്പോൾ അത് 3k ഇസ് ഈക്വൽ ടു, അതായത് 3k ഇസ് ഈക്വൽ ടു എന്താ ഈ പറഞ്ഞ 252 പൈ ആണല്ലോ. അപ്പോൾ കെ എങ്ങനെ കണ്ടുപിടിക്കുക? 3ന് താഴെ പറഞ്ഞേക്കോളൂ, താഴെ പാതാളത്തേക്ക് ചവിട്ടി പറഞ്ഞേക്ക്. അപ്പോൾ എന്താ ഈ പറഞ്ഞ ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇത് എത്ര വരും? മറ്റേ ഇത് 84 അല്ലേ. ഇത് ചെയ്യുന്ന സമയത്ത് 84 പൈ എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമുക്ക് കെൻ്റെ വാല്യൂ കിട്ടി, സീൻ്റെ വാല്യൂയും കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് കെ ആൻഡ് സി ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ഏതോടെ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മളെ ഈ 4π r³ ഈക്വൽ ടു 3 × KT പ്ലസ് ഇതിൽ കെൻ്റെയും സീൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് കെ ആൻഡ് സി ഇൻ ദ ഇക്വേഷൻ വി ഗെറ്റ് 4π × r³ ഈക്വൽ ടു 3 × എന്താണ് കെൻ്റെ സ്ഥാനത്ത് എന്താ 84 പൈ, പിന്നെ ഇവിടെ എന്തുണ്ട് ഒരു ടി ഉണ്ട്, പ്ലസ് സീൻ്റെ സ്ഥാനത്ത് 36 പൈ. അപ്പോൾ ഈ പറഞ്ഞ എന്താണ് നമുക്ക് റേഡിയസ് അല്ല ആക്ച്വലി വേണ്ടത്. അപ്പോൾ ഇതിന് എങ്ങനെയെങ്കിലും ഈ ആറിൻ്റെ റേഡിയസ് എന്നിൽ r = എന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് കിട്ടണം. അപ്പോൾ ഇതിന്നൊരു കാര്യം ചെയ്യുക, ഈ 84 പൈ ടി എന്നും 36 എന്നും കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാം? മറ്റേ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല തോന്നുന്നു അല്ലേ. ഓക്കെ, ആക്ച്വലി ഇവരോട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഈ 3-നുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ 3 × 84 എന്ന് പറയുമ്പോൾ 3 × 84 അത് വേണ്ടിക്ക് ഞാൻ ചെയ്യുക. 3 × 84 12, 3 × 8 24, 24 വൺസ് 27 ആണോ? അല്ല, 3 × 24 25, 252. ഓക്കെ, ഇവിടെ എന്തുണ്ട്? അപ്പോൾ ഈ പറഞ്ഞ 4π r³ ഇസ് ഈക്വൽ ടു എന്താണ് 252 എന്തുണ്ട് പൈ ടി പ്ലസ് ആ 3 × 36 പൈ എത്രയാ 108 പൈ. ഇനി എന്ത് ചെയ്യുക? ഇതിന് രണ്ടെന്നു ഇതിൽ രണ്ടിൽ 4 എന്ന് പറയുന്നൊരു ഫാക്ടർ കോമൺ ഉണ്ട്. ആ 4നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ട് 63 പൈ, അല്ല 63 ടി. ആ 4 പൈനെയാണ് നിങ്ങൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് രണ്ടെന്ന്, കാരണം ഇവിടെയും പൈ ഉണ്ട് 4 പൈ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്. അപ്പോൾ അതായത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, 63 × 4 ചെയ്യുന്ന സമയത്ത് ഇത് 2, 4 × ഇത് 24 ടൈംസ് 1 252 കിട്ടി. പ്ലസ് 108 4 പൈ അല്ല 108 പൈയിൽ എന്താണ്, അതായത് 108 4 എത്ര ടൈംസ് ഉണ്ട്? 27 ടൈംസ്. അതായത് 27 × 4 ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 28, പിന്നെ 4 × 2 10. ഓക്കെ, അപ്പോൾ 8. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ 4 × 2 8 108. അപ്പോൾ അത് കിട്ടിയല്ലോ 108 അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് 4π × r³ ഇസ് ഈക്വൽ ടു 4π × r³ ഇസ് ഈക്വൽ ടു 4π × 63 ടി പ്ലസ് 27. അപ്പോൾ ഈ 4π യും 4π യും കൂടി ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ r³ ഇസ് ഈക്വൽ ടു 63 ടി പ്ലസ് 27 എന്ന് കിട്ടും. അപ്പോൾ 6 കിട്ടാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കും. അപ്പോൾ 63 ടി പ്ലസ് 27 ഹോൾ റൈസ് ടു 1/3. അപ്പോൾ ഇത് ജനറൽ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ടി. നമ്മളിപ്പോൾ ടീന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇതിപ്പോൾ ഒരു നമ്പർ കിട്ടും. അപ്പോൾ നമ്പറിന് ഇപ്പോൾ ഒരു 1 ചെയ്താൽ ഇപ്പോൾ 63 + 27 എന്ന് പറഞ്ഞാൽ 100. 100ൻ്റെ എത്ര എടുക്കുമ്പോൾ 1/3 റൂട്ട് എടുക്കണം. അപ്പോൾ അതാണ് ടി സിക്കൽ എന്താണ് 1 സെക്കൻഡില്ല. അപ്പോൾ ഏത് ടൈമിലല്ല നമുക്ക് എന്ത് ചെയ്യുക? ഈ ഒരു റിലേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇതാണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണം.